ആപ്ലിക്കേഷൻ ലേബൽസ് കേട്ടോ ഓണാക്കി. ഇതിൽ നിലവിൽ നമ്മൾ സെറ്റ് ചെയ്ത 2 ഫയലാണിത്. ഇതിൽ ഏതെങ്കിലും ഒരു ഫയൽ ഓപ്പൺ ആക്കുക. ട്രോളി ബാഗിൻ്റെ ഒരു ഫയൽ നമ്മൾ ഓപ്പൺ ആക്കുകയാണ്. ജസ്റ്റ് ടാപ്പ് ചെയ്തു. എന്നിട്ട് ഇത് റീഡിസൈൻ എന്നുള്ളത് കൊടുക്കുക. നമ്മൾ ട്രോളി ബാഗിന് പകരം വേറെ ബാഗ് എന്താണ് അത് റീഡിസൈൻ കൊടുക്കുക. എന്നിട്ട് ഓക്കെ അടിക്കുക. എന്നിട്ട് ഇവിടെ മെനുവിൽ സേവ് ആസ് കൊടുക്കുക. അഥവാ വേറെ പേരൊക്കെ സേവ് ചെയ്യാണ് കേട്ടോ. എന്നിട്ട് എന്താ പേര് സ്കൂൾ ബാഗ് തന്നെ കൊടുക്കുക. ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ ഇത് സ്കൂൾ ബാഗ് എന്നുള്ള ഫയലായിട്ട് സേവ് ആയി. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ പേര് മാത്രം ഇവിടെ മാറ്റി കൊടുക്കുക. ഇവിടെ ടിക്ക് ചെയ്യുക. ഇവിടെ സ്കൂൾ ബാഗ് ആക്കുക കേട്ടോ. ജനാധിപത്യചേരിയിലെ ഏറ്റവും വലിയ അധ്യാപക സംഘടനയായ KPSTA KPSTയുടെ സമരങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും നിങ്ങളുടെ എല്ലാവരുടെയും ഈ റൈറ്റ് കാര്യങ്ങൾ മാറ്റി കൊടുത്താൽ മതി. ഇതിൽ നേരെ മുകളിൽ സേവ് അടിക്കാം. അത് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ പുതിയൊരു ഫയൽ ഉണ്ടാക്കി വെക്കുകയാണ്. ഇതിപ്പോൾ സേവ് ആയി. ബാക്ക് അടിച്ചാൽ ഇങ്ങോട്ട് ബാക്ക് അടിക്കാം. 3 ആയി. ഇതേപോലെ നമുക്ക് ഇഷ്ടമുള്ള അത്രയും ഉണ്ടാക്കാം. ആയിട്ടില്ലേ? നമ്മൾ പുതിയതായിട്ട് ആഡ് ചെയ്യാണ്. ജസ്റ്റ് ഓപ്പൺ ആക്കി നമ്മൾ ഇതിലുള്ള ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം. ഏതെങ്കിലും ഒരു മോഡൽ. എന്നിട്ട് നമ്മൾ റീഡിസൈൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഓക്കെ അടിക്കാം. എന്നിട്ട് നമ്മൾ മെനു എടുക്കാം. മെനു അടിയിൽ സേവാസ് ഉണ്ടാവും. സേവ് അല്ല സേവാസ് കേട്ടോ. ഇനി ഇവിടെ പേര് കൊടുക്കാം. എന്ത് പേരാണ് വേണ്ടത് നമുക്ക്? ലേഡീസ് ബാഗ്. അത് വലിയ ആക്കിയിട്ട് ലേഡീസ് ബാഗ് ആക്കുക മതി. എങ്ങനെയും കൊടുക്കാം. എല്ലാം ഒരേ മാതിരി ആയിക്കോട്ടെ. ലേഡീസ് ബാഗ് ആയിക്കോട്ടെ. ലേഡീസ് ബാഗ്. ഇനി ഓക്കെ അടിക്കാം. അപ്പോൾ ആ ഫയൽ സേവ് ആയി. ഓക്കെ അടിക്കാം. ഇനി ഇത് ക്ലോസ് ചെയ്യാം. ഈ വിൻഡോ ക്ലോസ് ചെയ്യാം. ഇനിയിപ്പോൾ ആ ഫയലാണ് ഇപ്പോൾ ഇത്. ഓക്കെ. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ പേര് മാറ്റുക. അവിടെ എന്ത് ചെയ്യുക? സ്കൂൾ ബാഗ് എന്നുള്ള ഒഴിവാക്കിയിട്ട് ലേഡീസ് ബാഗ് ആക്കുക. സ്വകാര്യ ട്യൂഷൻ സെന്ററുകാരെ സഹായിക്കുന്ന നിലപാടാണ് ഈ വിദ്യാഭ്യാസ വകുപ്പിന്റെ തലപ്പത്ത് ഇരിക്കുന്ന ആളുകൾ നടത്തുന്നത്. ഒരുമിച്ചടിക്കാം. രണ്ടടിച്ചു പിന്നെ പെട്ടെന്ന്. അപ്പോൾ ഈ അടിയിൽ വിദ്യാഭ്യാസത്തിന്റെ ഗുണമേന്മ നശിപ്പിക്കുന്ന തീരുമാനമായി മുന്നോട്ട് പോകുന്ന ഈ സർക്കാരിനെതിരെയുള്ള താക്കീതായി ഈ സംസ്ഥാന സമ്മേളനത്തെ ഈ സംസ്ഥാന സമ്മേളനത്തിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള എല്ലാവിധ നന്ദിയും അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നമ്മൾ ആ ഫയൽ സേവ് ആയി. ഇത് റെഡി ആണോ എന്ന് ബാക്കോട്ട് പോയി നോക്കാം കേട്ടോ. ഇവിടെ ഇങ്ങനെ വരും, ലിസ്റ്റുകൾ ഇങ്ങനെ വരും കേട്ടോ. പുതിയ കണക്ട് ചെയ്യാണ്. ഇത് കണക്ട് ചെയ്തു. ഓക്കെ. ഇനി നമുക്ക് ഏതാണ് പ്രിന്റ് വേണ്ടത്? ട്രോളി ബാഗ് ആണെങ്കിൽ ട്രോളി ബാഗിന്റെ ഫയൽ ഓപ്പൺ ആക്കാം. ഇവിടുന്ന് ഓട്ടിച്ച് വേണോ? ഓഫാക്കി ഡൗൺലോഡ് കഴിക്കണം. നോക്കാം. അപ്പോൾ മെസ്സേജ് വരുമല്ലോ. ട്രോളി ബാഗ് ഓപ്പൺ. എന്നിട്ട് എന്ത് ചെയ്യാം? റൈറ്റ് അടിക്കണം. റീഡിസൈൻ എടുക്കുക. റൈറ്റ് മാറ്റി ക്ലിക്ക് ചെയ്യും. ഓക്കെ. റൈറ്റ് ഇവിടെ അടിച്ചു കൊടുക്കുക. എത്രേൻ്റെ റേറ്റിൻ്റെ വെച്ചാൽ ഇപ്പോൾ 1000 റുപ്യ. 2 ഡോട്ട് ഇട്ട് കൊടുക്കുക. ഒരു കാണാരസിന് .00 അതുപോലെ എങ്ങനെ കൊടുക്കാന്നുള്ളൂ കേട്ടോ. 0 ഇവിടെ 0 വരെ കേട്ടോ. നിർബന്ധമില്ല, വേണമെങ്കിൽ ഈ ബാക്ക് അടിക്കാം. ഇനി സേവ് ചെയ്യാം. ബാക്ക് അടിച്ചാൽ മതി. നേരെ ബാക്ക് അടിച്ചാൽ സേവ് ആവും. നമ്മളാ സേവ് ചെയ്ത് ഇവിടെ പ്രിന്റ് അടിക്കുക. അത്ര സ്റ്റിക്കർ വേണ്ട. സ്റ്റിക്കർ എനിക്ക് പ്രിന്റ് എന്നുള്ള ബട്ടൺ ഇത് ഇങ്ങനെ മെസ്സേജ് വരികയാണെങ്കിൽ OTG ഓണല്ല നമ്മുടെ സെറ്റിങ്സിൽ. അത് ഓൺ ആക്കി കൊടുക്കണം കേട്ടോ.
ഇവിടെ ഓക്കെ അടിച്ചിട്ട് സെറ്റ് എടുത്തു. സെറ്റിങ്സ് എടുക്കുക. ഇവിടെ സെർച്ച് ചെയ്യുക OTG. അപ്പോൾ ഇവിടെ ഈ ഫസ്റ്റത്തെ ഓപ്ഷനല്ലേ സെലക്ട് ചെയ്യുക. അപ്പോൾ ഏറ്റവും അടിയിൽ ഇവിടെ ഓണാക്കി കൊടുത്താൽ മതി. ഓരോ ഫോണിന് ഡിഫറൻസ് ആയി കാരണം ഞാൻ ഉണ്ടാവുന്നത് പിന്നെ എടുത്താൽ റെഡി ആവും. ഓക്കെ കട്ട് ചെയ്യുമ്പോൾ ആ മറ്റേ പേപ്പറിൽ നേരെ കട്ട് ചെയ്യുക. അടിയിൽ നേരെ വെച്ചാൽ കറക്റ്റ് ഹലോ ഓക്കെ.